ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയുടെ ഒരു കാഴ്ചയായിരുന്നു ഇരതേടാൻ ഇറങ്ങിയ ദിനോസറുകൾ, വട്ടമിട്ട് പറക്കുന്ന ഭീമൻ പക്ഷികൾ തുടങ്ങിയവ. എന്നാൽ ദൂരെ നിന്ന് ഏതാണ്ട് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെ നിന്ന് ഒരാളെത്തി. ഒരു ഭീമൻ ചിഹ്നഗ്രഹം. ഓടിയെത്തിയ ഈ ചിഹ്നഗ്രഹം ഭൂമിയെ സർവനാശത്തിലേക്ക് നയിച്ചു. ഭൂമിയിലെ ജൈവ സമ്പത്തിന് വലിയ കോട്ടം തന്നെയാണ് ആ ചിഹ്നഗ്രഹം വരുത്തിവെച്ചത്. എന്നാൽ കാലാന്തരത്തിൽ ഭൂമി വീണ്ടും പുഷ്പിണിയാവുകയും ഇന്ന് കാണുന്ന നാം മനുഷ്യനടങ്ങുന്ന ജീവലോകം പരിണമിച്ചുണ്ടാവുകയും ചെയ്തു. ഈ പഴങ്കഥ ഇപ്പോ വീണ്ടും ഓർക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും ഒരു കൂട്ടിയിടിക്കുള്ള സാധ്യത പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രലോകം. ഈ സാധ്യത എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സാധ്യതയല്ല, 72% ഈ അപകട സാധ്യതയത്രേ. അതായത് ഈ അപകട സാധ്യതയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ 72% സാധ്യതയെന്ന് US ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തടയാൻ നമ്മൾക്ക് വേണ്ടത്ര ക്ഷമതയില്ലെന്നും നാസ തുറന്ന് സമ്മതിച്ചു. അതായത് ഒരു ചിഹ്നഗ്രഹ പതനത്തെ നേരിടാൻ ഭൂമി എത്രത്തോളം പ്രാപ്തമാണെന്നും തയ്യാറെടുത്തിട്ടുണ്ടെന്നും വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു സാങ്കല്പിക സാഹചര്യം സൃഷ്ടിച്ചെടുത്താണ് അത് പ്രതിരോധിക്കാനുള്ള ഭൂമിയുടെ കഴിവ് വിലയിരുത്തിയത്. ഇതുവരെയും ഈ ചിഹ്നഗ്രഹം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് അത്ഭുതമാണെന്നുമാണ് നാസ പറയുന്നത്. ഏപ്രിലിൽ 5ാമത് ദ്വിവത്സര പ്ലാനറ്ററി ഡിഫൻസ് ഇന്റലിജൻസ് ടേബിൾ ടോപ്പ് എക്സസൈസ് നാസ നടത്തിയിരുന്നു. ടേബിൾ ടോപ്പ് അഭ്യാസത്തിനിടെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഈ ചിഹ്നഗ്രഹത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. റിപ്പോർട്ട് അനുസരിച്ച് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ 72% സാധ്യത. അതായത് കൃത്യമായി പറഞ്ഞാൽ 2038 ജൂലൈ 12, അതായത് 14.25 വർഷമാകുമ്പോൾ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമത്രേ. മണിക്കൂറിൽ 16,500 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയെ ലക്ഷ്യമിട്ടുള്ള ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം. എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം, ഘടന, ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാസ പറയുന്നത്. ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടി കടന്നു പോകാറുണ്ട്. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി പ്രകാരം ജൂൺ 25-ന് 2 ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപം കടന്നുപോകും. പിന്നീട് ജൂൺ 27-ന് 2019 NJ എന്ന് പേരിട്ടിരിക്കുന്ന 64 അടി ചിഹ്നഗ്രഹം 6,61,00,000 കിലോമീറ്റർ അകലെ കടന്നുപോകും. കൂടാതെ അതേ ദിവസം തന്നെ 7,200 അടി വലിപ്പമുള്ള മറ്റൊരു ചിഹ്നഗ്രഹം 2011 UL-21 ഭൂമിയോടെ 6,64,00,000 കിലോമീറ്റർ അടുത്തെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.